ഞാനൊരു അഡാറ് മാഗി ഫാനാണ്. ഇപ്രാവശ്യം മാഗി മേടിക്കാൻ വേണ്ടി കടയിൽ പോയപ്പോൾ ദേ ഇരിക്കുന്നു പുതിയൊരു സാധനം. കൊറിയൻ BBQ മാഗി. ഒന്നും നോക്കിയില്ല, അത് തന്നെ മേടിച്ചു. പുതിയതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ. ഇതിന് 60 രൂപയാണ് വരുന്നത്. നമ്മുടെ നോർമൽ മാഗിയും കാട്ടി കുറച്ച് വില കൂടുതലാണ് ഇതിന്. അങ്ങനെ വീട്ടിൽ കൊണ്ടുവച്ച് ഉണ്ടാക്കാൻ തുടങ്ങി. അത് പൊട്ടിച്ചപ്പോഴത്തേക്ക് നോർമൽ എല്ലാത്തിലും ഉള്ള പോലെ നമുക്ക് മസാല കിട്ടി. പിന്നെ ഒരു സ്പെഷ്യൽ സംഭവമായിട്ട് അതിലൊരു ഓയിലും ഉണ്ടായിരുന്നു. ഇതെല്ലാ മാഗിയും ഉണ്ടാക്കണ പോലെയല്ല. ആദ്യം നമ്മൾ ആ ക്യൂബ് നല്ലപോലെ ബോയിൽ ചെയ്ത് മാറ്റി വയ്ക്കണം. അത് കഴിഞ്ഞിട്ടാണ് ഇനിയുള്ള പ്രിപ്പറേഷൻസ് വരുന്നത്. ഇനി നമുക്ക് ഇതിന് വേണ്ട മിക്സ് ഉണ്ടാക്കാം. ആദ്യമായിട്ട് നമ്മൾ ആ മസാല പൊട്ടിച്ച് ഒരു പാത്രത്തിലോട്ട് ഇടണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഓയിലുണ്ടല്ലോ, ആ ഒരു മാഗിയിൽ ഒഴിക്കേണ്ട ഓയിലും അതിലോട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കണം. പിന്നെ ആ ഓയിൽ പൊട്ടിക്കുമ്പോൾ ഒരു പ്രത്യേകതരം മണം വരും. എനിക്ക് ആ മണം എന്തായാലും ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് നമ്മുടെ ആ മാഗി വേവിച്ച കുറച്ച് വെള്ളം ഉണ്ടല്ലോ, ആ ഒരു വെള്ളവും കൂടി ഇട്ട് ഇതിനൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ബോയിൽ ചെയ്ത് വെച്ച മാഗി ഇതിലോട്ട് തട്ടണം. അത് കഴിഞ്ഞിട്ട് രണ്ടും കൂടിയിട്ട് ആ ഒരു മസാലയും നമ്മുടെ ഈ ബോയിൽ ചെയ്ത മാഗിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് കഴിച്ച് നോക്കാം. ഇങ്ങനത്തെ ഒരു മാഗി ഫസ്റ്റ് ടൈം കഴിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ പറയണ്ടല്ലോ, എനിക്ക് ഒന്നാമതെ മാഗി ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അങ്ങനെയാണ് ഞാൻ ആദ്യത്തെ സ്പൂൺ എടുത്ത് കഴിച്ചത്. പക്ഷേ ഗൈസ്, എന്നെ ഇത് നല്ല ഡിസപ്പോയിൻറ്റഡ് ആക്കി. പേഴ്സണലി എനിക്കിത് ഒട്ടും ഇഷ്ടമായില്ല. ചിലപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ ആയിരിക്കും, എന്നാലും എനിക്കിഷ്ടമായില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവും. നിങ്ങൾ വാങ്ങിച്ച് കഴിച്ച് നോക്ക്.